യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ആഗമനകാലത്തിൻ്റെ 3-ാം ഞായർ ആയി ആഘോഷിക്കുന്നു. ഇതിനെ സന്തോഷത്തിൻ്റെ ഞായർ എന്നും വിളിക്കുന്നു. കർത്താവ് അടുത്തു വരുന്നു എന്ന ഉറപ്പിലാണ് നമ്മുടെ സന്തോഷം. പ്രതീക്ഷയോടും ആനന്ദത്തോടും കൂടി നാം ക്രിസ്തുമസിനായി കാത്തിരിക്കുക. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ വരവ് ഭയത്തിൻ്റെ കാരണമല്ല, മറിച്ച് സന്തോഷത്തിൻ്റെ ഉറവിടമാണ് എന്നാണ്. ജീവിതം മാറ്റാനും നന്മ ചെയ്യാനും നീതിയോടെ ജീവിക്കാനും സ്നാപക യോഹന്നാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സന്തോഷം ജനിക്കുന്നു. വരേണ്ടവൻ നീയാണോ, അല്ലെങ്കിൽ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ജയിലിലായിരുന്ന സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് സംശയത്തോടെ ചോദിക്കുന്നു. ഇത് യോഹന്നാൻ്റെ അവിശ്വാസമല്ല, മറിച്ച് മനുഷ്യഹൃദയത്തിലെ സ്വാഭാവികമായ സംശയമാണ്. ദൈവത്തിനായി ജീവിച്ചവർക്ക് പോലും ചിലപ്പോൾ സംശയവും ആശയക്കുഴപ്പവും ഉണ്ടാകാം. യേശു തൻ്റെ ഉത്തരത്തിൽ വാക്കുകളേക്കാൾ പ്രവൃത്തികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണില്ലാത്തവൻ കാണുന്നു, മുടന്തർ നടക്കുന്നു, രോഗികൾ സുഖം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രർ സുവിശേഷം കേൾക്കുന്നു. ഇവയെല്ലാം ദൈവരാജ്യം നമ്മുടെ ഇടയിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്. നാം പലപ്പോഴും ശക്തിയുള്ള അധികാരമുള്ള ഒരു രക്ഷകനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യേശു വന്നത് സ്നേഹത്തോടെയും കരുണയോടെയും സേവനത്തിലൂടെയുമാണ്. അവൻ നിശബ്ദമായി മനുഷ്യഹൃദയങ്ങളെ മാറ്റുന്നു. യേശു യോഹന്നാനെക്കുറിച്ച് വലിയ സാക്ഷ്യം പറയുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ, എന്നിരുന്നാലും ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറുതായവനും അവനേക്കാൾ വലിയവനുമാണെന്ന് യേശു പറയുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യം അഹങ്കാരത്തിലൂടെയല്ല, വിനയത്തിലൂടെയാണ് നാം കൈവരിക്കുന്നത് എന്നാണ്. ഈ ആഗമനകാലത്ത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്കും വരുന്നു, സുഖപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ, സന്തോഷം നൽകാൻ. ഈ ആഗമനകാലം നമ്മുടെ പ്രവൃത്തികളിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം ലോകത്തിന് സാക്ഷ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.